നല്ല പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. നല്ല തേനൊരു രുചിയാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇത് വന്നിട്ട് ചക്ക നന്നായി പഴുത്തതാണ് കേട്ടോ. പഴമായാലും ചക്കയായാലും നന്നായി പഴുത്ത് കഴിഞ്ഞ് ഇവിടെ ആരും കഴിക്കില്ല. എനിക്കാണെന്ന് വെച്ചാൽ കളയാനും തോന്നില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ചക്ക വരട്ടാന്ന് വെച്ചു. ഒരു ചക്ക എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് മുറിച്ച് കഴിക്കില്ലല്ലോ. അപ്പോൾ പാർട്ട് പാർട്ടായിട്ടാണ് മുറിച്ചത്. അപ്പോൾ ലാസ്റ്റ് ഭാഗമാകുമ്പോഴത്തേക്കും നന്നായി പഴുത്തു. അപ്പോൾ ഇത് ആരും കഴിച്ചില്ല. ബാക്കിയുള്ളതൊക്കെ കഴിച്ചിട്ടോ നന്നായി പഴുക്കണേക്കാളും മുമ്പത്തെ. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ അമർത്തുമ്പോൾ നന്നായി ഉടയുന്നുണ്ട്. അത്രമാത്രം പഴുത്തുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു. അത് കാണിച്ചില്ല. 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം പൊടിച്ചിട്ടൊക്കെയാണ് കേട്ടോ. ഞാൻ ഇവിടെ ജീരകം കംപ്ലീറ്റ് ആക്കിയിട്ട് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് 1 സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ മൈദ ഇളകാൻ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് വറ്റിച്ചെടുക്കുക. അതും തന്നെ നമ്മൾ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടും ഇരിക്കണം. അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഒട്ടും തന്നെ കട്ടില്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഫൈനലി നമ്മുടെ ചക്ക വരട്ടിയത് തയ്യാറായി കഴിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ജീരകമൊക്കെ ഇട്ടാൽ കാരണം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്കൊക്കെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി പഴുത്ത ചക്കയൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. പോകാം.